ഞാൻ നേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും ഞാൻ തേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും ഞാൻ നേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും ഞാൻ തേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും ഞാൻ ഓടിയതെല്ലാം വഴി നോക്കിയല്ലെന്നും ഞാൻ കൈവിട്ടതെല്ലാം ഗുരു തന്നതാണെന്നും അറിയുന്നു ഞാനീ നിമിഷം അതിശയികമൊഴുകുന്ന നിമിഷം ഞാൻ നേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും ഞാൻ തേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, നിന്റെ വഴികളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരണമേ. ഞങ്ങളുടെ വഴികളെ വിട്ടുപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലിരുന്ന് ശാലോം വിഷന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ആത്മജ്വാല ശുശ്രൂഷ സംബന്ധിക്കുന്ന സർവ്വ മക്കളെയും നിന്റെ കരങ്ങൾക്ക് ഞാനിതാ ഏൽപ്പിച്ചു തരുന്നു. ദിവ്യ കാരുണ്യത്തിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, നിന്റെ തിരുഹിതങ്ങൾ തിരിച്ചറിയുവാൻ നീ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. നിന്റെ തിരുവഴികൾ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ വിളിച്ചേ, യേശുനാമം വിളിച്ചേ. അവിടുത്തെ നാമത്തിൽ വലിയ വിടുതൽ ഉണ്ടാകട്ടെ. അവിടുത്തെ നാമത്തിൽ വലിയ രക്ഷ, വലിയ സൗഖ്യം, വലിയ അഭിഷേകം ഇപ്പോൾ ഒഴുകട്ടെ. യേശുവേ, 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 യേശുവേ. സമാരാധ്യനായ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണ്ണമായി കാഴ്ചവെക്കുന്നു. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ലോർഡ്, യു സ്പീക്ക്. ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. കർത്താവിൻ്റെ വചനം പറയുന്നു, ഹെബ്രായർ 3:6, ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും, ദൈവാലയമായിരിക്കും. അവസാനം വരെ അവിടുത്തെ മുറുകെ പിടിക്കുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഭവനമായിരിക്കും. പ്രിയപ്പെട്ട മകളെ, ദൈവത്തിൻ്റെ ഭരണം എതിർപ്പില്ലാതെ നടക്കുന്ന സ്ഥലമാണ് ദൈവരാജ്യം. ദൈവത്തിൻ്റെ ഭരണം എതിർപ്പില്ലാതെ നടക്കുന്ന സ്ഥലമാണ് ദൈവരാജ്യം. ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. പാപമില്ലാത്ത അവസ്ഥയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. യേശുവിൻ്റെ വചന പ്രഘോഷണം ഇത് തന്നെയാണ്. ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരത്തിൻ്റെ വലിയ അനുഭവങ്ങൾ പകർന്ന ധൂർത്തപുത്രനും പാപിനിയായിരിക്കുന്ന സ്ത്രീയും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും എല്ലാവരും മാനസാന്തരത്തിൻ്റെ വലിയ അത്ഭുതങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമ്മോടും ഈശോ പറയുന്നുണ്ട്, മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന്. ഒരു പക്ഷേ നമ്മുടെ രോഗങ്ങൾ, ദാരിദ്ര്യം, നമ്മുടെ വൈകാരികമായിരിക്കുന്ന കുറവുകൾ, അപകർഷതാബോധം, അപമാനം, പീഡനം,
വേർപാട്, ഇത് ഒക്കെ ദൈവീക ഭവനം പണി തീർക്കാൻ ദൈവം നമുക്ക് നൽകിയ സമ്മാനങ്ങളാണെന്ന് ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കണം. പല രീതിയിൽ ദൈവിക ഭവനം കർത്താവ് പണി തീർക്കാൻ നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നുണ്ട്. ദൈവിക സദനം പണി തീർക്കാൻ സഹനങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, കണ്ണുനീരിലൂടെ ദൈവം നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ജീവിത പങ്കാളിയിൽ നിന്നായിരിക്കാം സഹനം, ഒരുപക്ഷെ മക്കളിൽ നിന്നായിരിക്കാം സഹനം ലഭിക്കുന്നത്, ഒരുപക്ഷെ മരുമകളിൽ നിന്നോ മരുമകനിൽ നിന്നായിരിക്കാം വേദന ഉണ്ടായിത്തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ അധികാരികളിൽ നിന്നും മാതാപിതാക്കന്മാരിൽ നിന്നും സഹനങ്ങൾ നമുക്കുണ്ടാകാം. എന്തിനു വേണ്ടിയിട്ട്? ദൈവിക ഭവനം പണിതീരാൻ, മനോഹരമായി പണിതീരാൻ വേണ്ടിയിട്ട് ദൈവം അപ്രകാരം വഴിയൊരുക്കാറുണ്ട്. ഓർക്കണേ, ചെറിയ ചെറിയ സഹനങ്ങൾ പോലും പാഴായി പോകുകയില്ല. ചെറിയ ചെറിയ വേദനകൾ പോലും ദൈവം കണക്കിലെടുക്കാതിരിക്കുകയില്ല. പ്രിയപ്പെട്ട മക്കളെ, ദൈവഭവനമായി നമ്മൾ വളരണമെങ്കിൽ, ദൈവത്താൽ ഉയർത്തപ്പെടാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവപ്രീതിയിൽ നമ്മൾ അനുസ്യൂതം വളരണം. അതിന് ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. എന്താണത്? ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം. അത് നമ്മൾ പരിശീലിക്കണം, അത് നമ്മൾ പഠിക്കണം. വ്യക്തിപരമായ ജീവിതത്തിലും, കുടുംബജീവിതത്തിലും, സമൂഹ ജീവിതത്തിലും, ആത്മീയ ജീവിതത്തിലും, എല്ലാ മേഖലകളിലും ആദ്യം അനുഷ്ഠിക്കേണ്ട കാര്യം ആദ്യം തന്നെ പ്രവർത്തിച്ചാൽ മാത്രമേ ദൈവിക ഭവനം മനോഹരമായ വിധത്തിൽ പൂർണ്ണമാകാൻ സാധിക്കുകയുള്ളൂ. നഷ്ടപ്പെട്ട സമ്പത്തിനെ ഓർത്ത് ഇന്ന് ദുഃഖമില്ലേ? നഷ്ടപ്പെട്ട ജോലിയെ ഓർത്ത് വേദനയില്ലേ? നഷ്ടപ്പെട്ടുപോയ ആരോഗ്യത്തെ ഓർത്തും, നഷ്ടപ്പെട്ടുപോയ ബന്ധങ്ങളെ ഓർത്തും, നഷ്ടപ്പെട്ടുപോയ സന്തോഷങ്ങളെ ഓർത്തും, നഷ്ടപ്പെട്ടുപോയ അവസരങ്ങളെ ഓർത്തും വേദനയില്ലേ? എന്തുകൊണ്ടാണിത്? ദൈവം വെളിപ്പെടുത്തുന്നു, ആദ്യം ചെയ്യേണ്ട കാര്യം എവിടെയോ നിനക്ക് പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ട്. ദ പ്രയോറിറ്റി ഓഫ് വാല്യൂസിൽ എവിടെയോ നമുക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. നമ്മൾ കാണാറില്ലേ, ഒരു വിത്ത് മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞാലും, മണ്ണിൽ ചവിട്ടി താഴ്ത്തിയാലും ആ മണ്ണ് പൊളിച്ചു മാറ്റി പുറത്തു വരുന്നതിൻ്റെ കാരണം ആദ്യം പ്രാധാന്യം കൊടുത്താൽ ഇതുപോലെ തന്നെ നമ്മിൽ സംഭവിക്കും. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് ആഴത്തിലേക്ക് കടന്നുചെല്ലാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം വചനം പറയുന്നു, നിങ്ങൾ ആദ്യം, ശ്രദ്ധിച്ചേൻ, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം നിനക്ക് ചേർത്ത് നൽകപ്പെടും. ദൈവരാജ്യത്തിൻ്റെ വികസനം നടക്കുന്നത് നമ്മൾ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുമ്പോഴാണ്. ദൈവരാജ്യം പണിയുമ്പോൾ, ദൈവരാജ്യ വളർച്ചയിൽ പങ്കുചേരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം, സഹിക്കേണ്ടി വന്നേക്കാം, തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, ജീവിതം വഴിമുട്ടിയെന്ന് തോന്നിയേക്കാം. പക്ഷേ ദൈവരാജ്യം നമ്മുടെ ഉള്ളിലൂടെ വളർന്ന് വികസിതമായി തീരുന്നുണ്ട്. സങ്കീർത്തനം 37:5 വചനം പറയുന്നു, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് ദൈവരാജ്യ വികസനത്തിനായി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിശുദ്ധയായിരിക്കുന്ന മദർ തെരേസ ഒറ്റ വചനം, മത്തായിയുടെ സുവിശേഷം 25:40, എൻ്റെ എളിയ സഹോദരന്മാരിൽ ഒരാൾക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെ ആ വചനം മദർ തെരേസയെ വിശുദ്ധയായ മദർ തെരേസയാക്കി മാറ്റി. വിശുദ്ധ അൽഫോൻസമ്മ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം
24-ാം വാക്യം ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അവളൊരു വിശുദ്ധയായി തീർന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നുവെങ്കിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കും, അഴിയുന്നില്ലെങ്കിലോ അതേപടിയിരിക്കും. ഈ വചനം ധ്യാനിച്ചാണ് വിശുദ്ധ അൽഫോൻസമ്മ വിശുദ്ധയായി തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് ദൈവരാജ്യ വികസനത്തിനായി ദൈവം നമ്മിൽ നിന്ന് കുതിക്കുന്നത്. 2 മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജനമായ സ്ഥലത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിരാവിലെ ഉണർന്ന് അവൻ വിജനമായ സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 2ാമത്തെ ദൈവരാജ്യം ഭവനം പൂർണ്ണമായി തീരുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഇഗ്നേഷ്യസ് പുണ്യവാൻ ഒരു ദിവസം 7 മണിക്കൂർ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്നു. എന്തായിരിക്കും ആ വിശുദ്ധൻ്റെ മനസ്സിൻ്റെ ഭാവം ഓർത്തു നോക്കിയേ. അനേകം മക്കളെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച വിശുദ്ധനായ വിൻസെൻ്റ് ഫെറർ രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ ബലി വരെ പ്രാർത്ഥനയിലാണ് ചിലവഴിക്കുന്നത്. ഒരു കാര്യം എല്ലാവരോടുമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് അകലം കാണിച്ചാൽ ദൈവരാജ്യം നമ്മിൽ നിന്ന് അകന്നു പോകും. എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നത്. എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പ്രചോദനങ്ങൾ സ്വീകരിക്കാനുള്ള ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പ്രവർത്തികൾ പൂർത്തിയാക്കാനുള്ള തീക്ഷ്ണത കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് അകലുമ്പോൾ, പ്രാർത്ഥനാ മുറിയിൽ നിന്ന് അകലുമ്പോൾ, ബലിപീഠത്തിൽ നിന്ന് അകലുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ നിന്ന് അകലുമ്പോൾ ദൈവരാജ്യം അകന്നു പോകും. 3ാമത്തെ കാര്യം, ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായം 42-ാം വാക്യം. ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു മാറ്റാനുള്ള കൃപ നിനക്ക് കിട്ടും. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധീകരണം കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ തോന്നലുകളുടെ പിറകെ പോകാതെ, ഇഷ്ടങ്ങളുടെ പിറകെ പോകാതെ, ലൈംഗികതയുടെ പിറകെ പോകാതെ, എളുപ്പത്തിൻ്റെ പിറകെ പോകാതെ ഇരുന്നാൽ ഒരു വിശുദ്ധീകരണം ദൈവം നമ്മിൽ നടത്തി തരും. ഏതെല്ലാം മേഖലകളിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, അന്ധതയിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന്, ആസക്തിയിൽ നിന്ന്, ആത്മീയമായിരിക്കുന്ന വിരസതയിൽ നിന്ന്, അമിതമായിരിക്കുന്ന കൂട്ടുകെട്ടിൽ നിന്ന്, അമിതമായിരിക്കുന്ന ജിജ്ഞാസകളിൽ നിന്ന്, അമിതമായിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും കർത്താവ് നമ്മെ വിശുദ്ധീകരിക്കും. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, ഇന്നു നീ വിശുദ്ധീകരിച്ചാൽ നാളെ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും. നാം ഉണ്ടാക്കിയ നഷ്ടങ്ങളും നാം ഉണ്ടാക്കിയ കുറവുകളും അവയെല്ലാം നമ്മുടെ ഹൃദയ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയ അവസരങ്ങളാണ്. നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ വിശുദ്ധീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആകുന്ന വിധത്തിലെല്ലാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ വിശാലതയുടെ വഴികളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഇടുങ്ങിയ വഴിയിലേക്ക് കർത്താവ് നമ്മെ നയിച്ചു കൊണ്ടുവരും. പാപം ചെയ്യാൻ കഴിവുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പോലും വിശുദ്ധനായ തോമസ് മൂറിനെ പോലെ വേണ്ടെന്ന് വയ്ക്കാനായിട്ടുള്ള വലിയ ദൈവാനുഗ്രഹം നമുക്ക് തരും. അപ്പോൾ ദൈവരാജ്യം നമ്മളിൽ വളരണമെങ്കിൽ ഒരു ആത്മീയമായ വിശുദ്ധീകരണം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അവസാനമായി ലൂക്കയുടെ സുവിശേഷം 9-ാം അധ്യായം 59-ാം വാക്യം. കർത്താവേ, ഞാൻ ആദ്യം പോയി പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. യേശു പറഞ്ഞു, മരിച്ചവർ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. വേറൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി വീട്ടുകാരോട് വിടവാങ്ങൽ നടത്തിയിട്ട് ഞാൻ തിരിച്ചു വരാം. യേശു പറഞ്ഞു,
കലപ്പയിൽ കൈവച്ചിട്ട് പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നവരാരും ദൈവരാജ്യത്തിന് പറ്റിയവരല്ല. പ്രിയപ്പെട്ട മക്കളെ, ദൈവരാജ്യം നമ്മളിൽ വളരണമെങ്കിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുക. ദൈവരാജ്യം നമ്മളിൽ വളരണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ദൈവരാജ്യം നമ്മളിൽ വളരണമെങ്കിൽ വിശുദ്ധീകരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ദൈവരാജ്യം നമ്മളിൽ വളരണമെങ്കിൽ തീക്ഷ്ണതയിൽ നമ്മൾ വളരുക. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായി തീരുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും. രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്വരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വാസം നമ്മിൽ ഏൽപ്പിച്ച ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടോ? ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിത പങ്കാളി, മക്കൾ, സഹൃദയർ, സുഹൃത്തുക്കൾ, രോഗികൾ, അവരെ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, പ്രസ്ഥാനങ്ങളിൽ നിന്ന്, കീഴിലുള്ളവരിൽ നിന്ന്, ജാഗ്രതയോടെ ശുശ്രൂഷിക്കേണ്ടവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടോ? നമ്മിൽ ഒരു വലിയ വിശുദ്ധീകരണം നടക്കട്ടെ മക്കളെ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിക്കുക. അവൻ നമ്മുടെ പക്കലേക്ക് വരും. വചനം കൊണ്ട് നിറയ്ക്കും, പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കും, വിശുദ്ധി കൊണ്ട് നിറയ്ക്കും, വിശുദ്ധീകരിക്കും. യേശുവേ, യേശുവിലേക്ക് സൂക്ഷിച്ചു നോക്കിയേ. വചനം പറയുന്നു, എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് രക്ഷിക്കും. ഓ ദിവ്യകാരുണ്യ ഈശോയെ, സ്നേഹിക്കാൻ മാത്രം, അവിടുത്തെ വചനങ്ങൾ ശ്രവിക്കാൻ മാത്രം അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. പല പ്രാവശ്യം ഞങ്ങൾ അവിടുന്ന് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. സ്നേഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. അവിടുത്തെ ആശ്വാസവാക്കുകൾ ധിക്കരിച്ചു പോയിട്ടുണ്ട്. അവിടുത്തെ സൗഖ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് വരെ ഞങ്ങൾ നേടിയ സമ്പാദ്യങ്ങളെല്ലാം ഇന്ന് അത് സമ്പത്തല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ ബലഹീനതയിലാണ് നിന്റെ കൃപ വെളിപ്പെടുന്നതെന്നല്ലേ കർത്താവ് പറഞ്ഞത്. രണ്ട് കരം ഉയർത്താം. രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, കർത്താവേ, ഞങ്ങളുടെ കൃപ, അവിടുത്തെ കൃപയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ ബലഹീനതയിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കുറവുകളിലേക്ക് കടന്നു വരണമേ. സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കടന്നു വരണമേ. യേശുവേ, 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 യേശുവേ. കർത്താവിൻ്റെ കൃപയിലേക്ക് കർത്താവ് നമ്മെ മാടി വിളിക്കുന്നു. എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണി തീർത്ത വിവേകവതിയായ മനുഷ്യന് തുല്യനാണ്. കർത്താവേ, നിന്റെ കൃപയുണ്ടായാൽ നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കും. നിന്റെ തിരുവചനങ്ങൾ ധ്യാനിക്കാൻ സാധിക്കും. നിന്റെ തിരുലിഖിതങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കാൻ സാധിക്കും. നിന്റെ തിരുവചനത്തെ തള്ളിക്കളയാതെ ജീവിക്കാൻ സാധിക്കും. കർത്താവേ, നിന്റെ വചനം അന്ധകാരം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റും. നിന്റെ വചനം ഞങ്ങൾക്ക് സൗഖ്യം നൽകും. നിന്റെ വചനം ഞങ്ങൾക്ക് ജ്ഞാനം നൽകും. അതിനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, ജ്ഞാനം മൂകരുടെ വായ് തുറക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ,
ചേർന്ന് പാടുക, എല്ലാവരും ചേർന്ന്. കൃപമതി കൃപമതി അളവില്ലാത്ത നിൻ കൃപമതി. വചനം പറയുന്നു, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായി തീർന്നത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? ബിരുവട്ട മക്കളെ, കടക്കിണിയാണോ നിന്റെ പ്രതിസന്ധി? ബലഹീനതകളാണോ നിന്റെ പ്രതിസന്ധി? നിരാശയിലാണോ നീ അകപ്പെട്ടിരിക്കുന്നത്? മാനസികമായി നീ തകർന്നു പോയോ? ശാരീരികമായി നീ തകർന്നു പോയോ? ആത്മീയമായി തകർന്നു പോയോ? വചനം പറയുന്നു, അനാഥനെയും വിധവകളെയും പരിരക്ഷിക്കുന്നവനാണ് കർത്താവ്. രണ്ട് കരം ഉയർത്താം. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപ ഓരോ ഹൃദയങ്ങളിലേക്കും ഓരോ കുടുംബത്തിലേക്കും ഇപ്പോൾ ഒഴുകട്ടെ, ഓരോ സമൂഹത്തിലേക്ക് ഒഴുകട്ടെ. ദൈവം കൃപയാൽ നമ്മെ പരിരക്ഷിക്കുന്നു. ഒന്ന് സ്വരമുയർത്തി വിളിച്ചേ, യേശു നാമം വിളിച്ചേ, കൃപയുടെ ഉറവിടമായ യേശുവിനെ വിളിച്ചേ. യേശുവേ ചേർന്ന് പാടുക. കൃപമതി കൃപമതി അളവില്ലാത്ത നിൻ കൃപമതി. വചനം പറയുന്നു, എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുവിൻ്റെ കരത്തിൽ നിന്നും അവൻ്റെ ശക്തിയിൽ നിന്നും ഞാൻ നിങ്ങളെ വിമോചിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം ആരൊക്കെ വിളിക്കുന്നുണ്ടോ അവരെ പിശാചിൻ്റെ കരത്തിൽ നിന്നും അവൻ്റെ ശക്തിയിൽ നിന്നും കാത്തുരക്ഷിക്കും. ഭയത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, ഉത്കണ്ഠയിൽ നിന്ന്, ആകുലതയിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ യേശുവിൻ്റെ രക്തം ചിന്തി ഇതാ നമ്മെ കാത്തുരക്ഷിച്ചിരിക്കുകയാണ്. ഈശോ പറഞ്ഞില്ലേ, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുമ്പോൾ നിങ്ങൾ ശക്തീകരിക്കുകയാണ്, ദൈവരാജ്യം വളരുകയാണ്. രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരകളിൽ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത് എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല. മക്കളെ കുറിച്ചോ, സമ്പത്തിനെ കുറിച്ചോ, ആരോഗ്യത്തെ കുറിച്ചോ, ഭാവിയെ കുറിച്ചോ നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരകളിൽ കൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയം അറിയില്ല. കരമുയർത്തിക തന്നെ സ്തുതിക്കുന്നു, ശക്തിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മീയമായിരിക്കുന്ന മുന്നേറ്റങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ വന്ന് സ്പർശിക്കട്ടെ. യേശുവേ 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 സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആരാധന കർത്താവേ, വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. നിന്റെ കൃപ ഒന്ന് മാത്രം മതി കർത്താവേ, ഞങ്ങളുടെ ശുദ്ധമാകുവാൻ. കർത്താവേ, എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ അഭിഷേകം നൽകണമേ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ വലിയൊരു അഭിഷേകം നിമിഷം ഞങ്ങളിൽ ചൊരിയട്ടെ കർത്താവേ. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കർത്താവിന്റെ അഭിഷേകം ചൊരിയട്ടെ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നേടിയതെല്ലാം
നിമിഷം